അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോടാനുകോടി വരുന്ന മനുഷ്യരും ജിന്നുകളും മലക്കുകളുമെല്ലാം ഒരുമിച്ച് കൂടി നിൽക്കുന്ന മഹ്ശറ വൻസഭ. ഓരോരുത്തരും സ്വന്തം കാര്യങ്ങൾ ഓർത്ത് പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന സമയം, ഒരു വിചാരണയും കൂടാതെ സ്വർഗത്തിൽ കടത്തിവിടുന്ന ആളുകളുണ്ട്. ആ മനുഷ്യരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ മഹ്ശറയിൽ മലക്കുകൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കും, ഐനല്ലദീന കാനത്ത് തതജാഫ ജുനൂബുഹും അനിൽ മലാജിഇ. കിടപ്പറയിൽ നിന്നും ശരീരങ്ങളെ പിടിച്ച് പറിച്ചെടുത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ സമയം കണ്ടെത്തിയിരുന്ന, തഹജ്ജുദ് നിസ്കാരം മുടങ്ങാതെ നിർവഹിച്ചിരുന്ന ആളുകൾ എവിടെയാണ് എന്ന്. യഖൂമൂന, ചില ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. വഹും ഖലീലൂൻ, അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവർ ഏറ്റവും കുറഞ്ഞ ആളുകൾ മാത്രമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അവരോട് അല്ലാഹു പറയും, യുദ്ഖലൂനൽ ജന്ന, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന്. യഅ്മുറു ബിൽ ഹിസാബ്, ബാക്കിയുള്ളവരെ ഹിസാബ് ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുകയും ചെയ്യും. നോക്കൂ, ഒരു വിചാരണയും കൂടാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിഭാഗം തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ സമയം കണ്ടെത്തിയവരെയാണ്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാൻ, അതിൻ്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ നാം ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്കതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വിളിച്ച് വേജാറായിരിക്കുന്ന സമയത്ത് നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തെ തന്നെ നോക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആ സമയത്ത് വിചാരണ ഒന്നുമില്ലാതെ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് നമ്മോട് കൽപ്പിക്കുന്നത് എത്ര ആശ്വാസകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല നല്ല ദിനരാത്രങ്ങളാണ് നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറഞ്ഞ ദിവസങ്ങൾ, സമയങ്ങൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. ഉള്ള സമയം പാഴാക്കാതെ ഇബാദത്തുകളുമായി മുഴുകാനും ഖുർആൻ ശരീഫുകൾ പാരായണം ചെയ്യാനും അതേപോലെയുള്ള സുന്നത്തുകളും ഫർളുകളൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് രാത്രി സമയങ്ങളിൽ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കാനും ഖുർആൻ പാരായണങ്ങൾ ചെയ്യാനും ഇബാദത്തുകളൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖും മനസ്സും സാഹചര്യങ്ങളും സൗകര്യങ്ങളും സമയവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും കുടുംബാദികൾക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കൂടെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.